ഇടത്തരം വലിപ്പമുള്ള 2 പച്ച നേന്ത്രക്കായ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം വളരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത നേന്ത്രക്കായ എപ്പോഴും നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. അത് കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് എടുത്താൽ കറയെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന 2 പച്ച നേന്ത്രക്കായാണിത്. അരിഞ്ഞെടുത്ത നേന്ത്രക്കായ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കായയൊക്കെ നന്നായിട്ട് വെന്തു വരും. കായ വെന്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഇതുപോലെ ഒരു 5-6 ചുവന്നുള്ളിയും ഒരു വലിയ വെളുത്തുള്ളിയുടെ വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തുള്ളത്, ചെറുതാണെങ്കിൽ 3-4 അല്ലി എടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വളരെ കുറച്ച് കുരുമുളകും കൂടി എടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പം ഒരു 2 വറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ മുളകൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ടിട്ട് കൊടുക്കാം. ആ ഉള്ളിയെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങുമ്പം അതിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഒരു പിടി തേങ്ങ ചെരുകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വളരെ ചെറുതായിട്ടാണ് ഞാൻ ചെരുകി എടുത്തിട്ടുള്ളത്. വലിയ പീരയൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ച ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല രുചിയുള്ള കായ കൊണ്ടുള്ള ഉപ്പേരിയെന്നോ തോരനോ എന്ത് വേണമെങ്കിലും പറയാം. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണിത്.